ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് 179 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ടാൻജൻസിന് ഒരു സർക്കിളിന് 3 ടാൻജൻസ് വരച്ച് ആ 3 ടാൻജൻസ് ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ട്രയാങ്കിളാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ഓരോ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് വരെയുള്ള ടാൻജൻറ്റിൻ്റെ ലെങ്ത് ഓരോ കേസിൽ ഇത് കണ്ടുപിടിക്കണം. ഓരോ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജൻറ്റുകളുടെയും ലെങ്തുകൾ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഈ സൈഡുകളുണ്ട് 7, 5, 4 എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഞാനത് അറിയത്തില്ല, അത് എക്സ് എന്ന് എടുത്തു. ഈ ലെങ്ത് അറിയത്തില്ല, എക്സ് എന്ന് എടുത്തു. നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന്, ഇപ്പോൾ ഇവിടെ എ എന്ന് ഞാനിത് കൊടുത്താൽ എയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. രണ്ടും സെയിം ലെങ്ത് ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഈ ലെങ്തും എക്സ് ആയിരിക്കും. ഇനി ഞാൻ ഇത് ബി എന്ന് കൊടുത്താൽ എ ബി എന്ന ലെങ്ത് ടോട്ടലി 4 ആണ്. അതിൻ്റെ ഒരു പാർട്ട് എക്സ് ആണെങ്കിൽ മറ്റേ പാർട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 മൈനസ് എക്സ്. 4ൽ നിന്നും എക്സ് കുറയ്ക്കും. ഇത് ടോട്ടൽ 4, ഇതിൽ ഒരു പാർട്ട് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 4 മൈനസ് എക്സ്. ഇപ്പോൾ ബിയിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആ 2 ടാൻജൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് ഇത് 4 മൈനസ് എക്സ് ആകുമ്പോൾ ഇതും 4 മൈനസ് എക്സ് ആയിരിക്കും. അതേപോലെ ഇത് പോയിന്റ് സി എന്ന് കൊടുത്തു. എ സി എന്ന ലെങ്ത് ടോട്ടലി 7 ആണ്. അതിലെ ഇത്രയും പാർട്ട് എക്സ് ആകുമ്പോൾ ബാക്കി പാർട്ട് എന്ന് പറയുന്നത് 7 മൈനസ് എക്സ്. 7 മൈനസ്, അപ്പോൾ സിയിൽ നിന്നുള്ള ഒരു ടാൻജൻറ്റ് 7 മൈനസ് എക്സ് ആകുമ്പോൾ അടുത്ത ടാൻജൻറ്റും 7 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ നോക്കി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ഈ 4 സെൻറ്റിമീറ്റർ, ഈ 7 സെൻറ്റിമീറ്റർ മാത്രമേ യൂസ് ചെയ്തുള്ളൂ അല്ലേ? ഇതിൻ്റെ സൈഡ്സ് പറയുമ്പോൾ അപ്പോൾ 5 നമ്മൾ യൂസ് ചെയ്തോ? ഇല്ല, അതിനാവശ്യമുണ്ട്. അപ്പോൾ ഈ 4ഉം 7ഉം ഉപയോഗിച്ച് നമ്മൾ ഈ ബി സി എന്നതിൻ്റെ ലെങ്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചു. എന്തൊക്കെ? 4 മൈനസ് എക്സും 7 മൈനസ് എക്സും ആയിട്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ബിയിൽ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് 4 മൈനസ് എക്സ്, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 7 മൈനസ് എക്സ്. അപ്പോൾ ഇത് ടോട്ടൽ 5 ആകുമ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ സം എത്ര വരും? 5. അപ്പോൾ 7 മൈനസ് എക്സ് പ്ലസ് 4 മൈനസ് എക്സ് എന്ന് പറയുന്നത് 5. ഇവിടെ പറയാം, എയിൽ നിന്നുള്ള ടാൻജൻസ് ഞാൻ രണ്ടും എക്സ് എന്ന് എടുത്തു. ഒരു എക്സ്റ്റേണൽ പോയിന്റുള്ള ടാൻജൻറ്റ് ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് ഇത് എക്സ് ആകുമ്പോൾ ഇതിൻ്റെ ബാക്കി ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടലി 4 ആകുമ്പോൾ ഇത്രയും പാർട്ട് 4 മൈനസ് എക്സ്. ഇത് ടോട്ടലി 7 ആകുമ്പോൾ ഇത് എക്സ് എടുത്തതിനെ ബാക്കി 7 മൈനസ് എക്സ്. അപ്പോൾ സിയിൽ നിന്നുള്ള ടാൻജൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് 7 മൈനസ് എക്സ് ആകുമ്പോൾ ഇവിടെ വരുന്നതും 7 മൈനസ് എക്സ്. ഇത് 4 മൈനസ് എക്സ് ആകുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് 4 മൈനസ് എക്സ്. ഇനി ബി സിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 മൈനസ് എക്സ് പ്ലസ് 7 മൈനസ് എക്സ് അല്ലേ? ബി സി ടോട്ടൽ അതെന്ന് പറയുന്നത് നമുക്ക് 5 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 7 മൈനസ് എക്സ് പ്ലസ് 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഇത് ആഡ് ചെയ്യുക. 7 പ്ലസ് 4 11 മൈനസ് എക്സ് വരും മൈനസ് 2x. അവിടെ നിന്ന് 2x ഇസ് ഈക്വൽ ടു 6, എക്സ് 3 എന്ന് കിട്ടും. എക്സ് 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 4 അപ്പോൾ എക്സിൽ നിന്ന് എയിൽ നിന്നുള്ള ടാൻജൻറ്റ് ലെങ്ത് കിട്ടി. ഇനി 4 മൈനസ് എക്സ്, 4 മൈനസ് 3 1. അപ്പോൾ ബിയിൽ നിന്നുള്ള ടാൻജൻറ്റ് 1 യൂണിറ്റ്. അടുത്ത സിയിൽ നിന്നുള്ളത് 7 മൈനസ് 3 ദാറ്റ് ഈസ് 4. അപ്പോൾ ഏതൊക്കെ വരും ലെങ്ത് ഓഫ് ടാൻജൻസ്? 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ആൻഡ് 1 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി പിക്ചർ 2 സർക്കിൾസ് ടച്ചസ് അറ്റ് എ പോയിന്റ് ആൻഡ് ദി കോമൺ ടാൻജന്റ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ഡ്രോൺ. അപ്പോൾ 2 സർക്കിൾസ് വരച്ചു. ആ സർക്കിൾസിന് കോമൺ ആയിട്ട് ടാൻജന്റ് വരച്ചു. പ്രൂവ് ദാറ്റ് ദിസ് ടാൻജന്റ് ബൈസെക്ട്സ് അനദർ കോമൺ ടാൻജന്റ് ഓഫ് ദിസ് സർക്കിൾസ്. അടുത്തതായിട്ട് ഈ 2 സർക്കിൾസിന് കോമൺ ആയിട്ട് മറ്റൊരു ടാൻജന്റ് വരച്ചു. ഞാൻ അതിന് പേര് കൊടുത്തു എ ബി എന്ന്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒ സി എന്ന് പറയുന്ന ഈ ടാൻജന്റ് എ ബിയെ ബൈസെക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഒ എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഒ എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഈ സർക്കിൾ മാത്രം നമ്മൾ എടുത്താൽ ഒ എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജന്റ് ആണ് ഒ എയും ഒ സിയും അല്ലേ? അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അതേപോലെ ഈ സർക്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒ എന്ന പോയിന്റിൽ നിന്നുള്ള
ടാൻജൻസ് ആണ് ഒ ബിയും ഒ സിയും അല്ലേ. therefore ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. ഓക്കെ, ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആൻഡ് ഒ സി ഇസ് ഈക്വൽ ടു ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആൻഡ് ഒ സി ഇസ് ഈക്വൽ ടു ഒ ബി. കാരണം എന്താ, ടാൻജൻ ഫ്രം വൺ എക്സ്റ്റേണൽ പോയിന്റ്സ് ആർ ഈക്വൽ. ഒരു എക്സ്റ്റേണൽ പോയിന്റിനുള്ള ടാൻജൻറ്റിൻ്റെ പോയിന്റ്സ് നല്ല പോയിന്റ് ആർ ഈക്വൽ. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആണ്. അപ്പോൾ ഒ എ ഒ സിക്ക് ഈക്വൽ ആണ്, അത് ഒ ബിക്ക് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി. ഒ എയും ഒ ബി ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒ എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അതർവൈസ് വി ക്യാൻ സേ ഒ സി ബൈസെക്ട്സ് എ. ഒ സി എ ബിയെ ബൈസെക്ട് ചെയ്യും. ഇനി സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, prove that the point of contact of two tangents form the vertices of a right triangle. അതായത് ഈ പോയിന്റ്സ് എ ബി സി ഇതല്ലേ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ്, ഇത് മൂന്നും തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്താണ്, റൈറ്റ് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ആണ്. എയും ബിയും സിയും കൂടി ജോയിൻ ചെയ്ത ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം, ഇപ്പം നമുക്ക് കിട്ടിയതാണ് ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ നോക്കിക്കേ, ഇത് മൂന്നും ഒ എ ഒ ബി ഒ സി ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ ഈ മൂന്ന് ഈക്വൽ ആയിട്ടുള്ള ലെങ്തിന് ഞാനൊരു ആറെന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി നമ്മൾ പറഞ്ഞു. അതെന്നാൽ ഞാനൊരു ആറെന്ന് കൊടുത്തു. ലെറ്റ് അങ്ങനെ പേര് നമ്മൾ സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആർ റേഡിയസിൽ ഒ സെൻറ്റർ ആക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാമല്ലോ. സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സർക്കിൾ എവിടെ കൂടെ പാസ് ചെയ്യും, എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു സർക്കിൾ ആയിരിക്കും വരുന്നത്. സിയിലൂടെ പോയി ബിയിലൂടെ പോയി അങ്ങനെ വരും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്, കാരണം രണ്ടിനൂടെ കോമൺ ആയിട്ടുള്ള ഒരു ടാൻജൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ സെൻട്രൽ കൂടി പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ സർക്കിളിനെ സംബന്ധിച്ച് അതിന് ഡയമീറ്ററാണ്. എ ബി ഡയമീറ്റർ ആകുകയും സി സർക്കിളിലെ പോയിന്റ് ആകുകയും ചെയ്യുമ്പോൾ ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് എ സി ബി എന്ന് പറയുന്ന ആർക്ക് സെമി സർക്കിൾ ആകും. സെമി സർക്കിൾ ആകുകയും സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. therefore ആംഗിൾ എ സി ബി ഈസ് 90 ഡിഗ്രി. എ സി ബി എന്ന ആംഗിൾ 90 ഡിഗ്രി ആകുന്നു എന്ന് പറഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന നമ്മുടെ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണല്ലോ എ എന്നും ബി എന്നും സി എന്നും കാണിച്ചേക്കുന്നത്, അത് വെർട്ടെക്സ് ആക്കിക്കൊണ്ട് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ഒ as സെൻറ്റർ ആൻഡ് റേഡിയസ് ഒ സി ആണ് ഞാൻ ആർ എന്ന് പറഞ്ഞത്, ഇറ്റ് വിൽ പാസ് ത്രൂ എ ബി ആൻഡ് സി. then AB is the diameter of this circle. Therefore angle ACB is the angle in a semicircle. Angle in a semicircle is right angle 90 degree. 90 degree ആയിക്കൊണ്ട് triangle ABC is a right triangle. ഇനി തേർഡ് പാർട്ട്, അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ കിട്ടത്തില്ല. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലെങ്തിൽ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ച് ഇത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലെങ്തിൽ ഒരു എന്ത് വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇപ്പോൾ ഒരു 4.5 അല്ലെങ്കിൽ 4 വല്ലതും ലെങ്തും ബ്രെഡ്ത്ത് ഒരു 2 ഒക്കെ ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ ഒക്കെ എടുത്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ ചുമ്മാ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1 ഡിഗ്രിക്ക് ഡിഫറൻസ് വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫിഗർ നമുക്ക് കിട്ടത്തില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ച് വരച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ 90 ഡിഗ്രി എടുത്ത് ഒരു ട്രയാങ്കിൾ PQRS നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ പോയിന്റ് ഒന്നും എടുക്കാതെ 2, 4 ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു സൈഡ് 5
ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ, അടുത്ത സൈഡ് 3 സെൻറ്റിമീറ്റർ. അങ്ങനെ നിങ്ങൾ വരയ്ക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മിഡ് പോയിന്റ് കാണാൻ എളുപ്പം. എന്നിട്ട് ഈ സൈഡുകളുടെ മിഡ് പോയിന്റിൽ കൂടി കറക്റ്റ് മിഡ് പോയിന്റ് വേണം. രണ്ട് സൈഡിനെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് വേണം ആ മിഡ് പോയിന്റിൽ കൂടി നമ്മൾ ലൈൻ വരച്ചു. അതായത് ഇതിനെ കട്ട് ചെയ്യുന്ന വരണം. അടുത്ത ബ്രെഡ്ത്തിൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരച്ചു. അപ്പം നിങ്ങളിത് വരയ്ക്കുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് കേട്ട് വരയ്ക്കണം. അതായത് ആദ്യം PQRS എന്ന് പറയുന്ന റെക്റ്റാങ്കിള് ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി വരുന്നത് നമ്മൾ വരച്ചു. അതിനുശേഷം സൈഡുകൾക്ക് എന്ത് ചെയ്തു, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. മിഡ് പോയിന്റിൽ കൂടെയുള്ള പെർപെൻഡിക്കുലർ നമ്മൾ പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അത് വരച്ചു. അത് സൈഡുകൾക്ക് രണ്ടിനും വരച്ചു. ഇനിയും നമ്മൾ ഏതെങ്കിലും ഒരു ഡയഗണൽ വരയ്ക്കുക. ഞാനിപ്പം PR എന്ന് പറയുന്ന ഡയഗണലാണ് ഞാൻ വരച്ചത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ SQ എന്ന് പറയുന്ന ഡയഗണൽ വേണമെങ്കിൽ വരയ്ക്കും. PR എന്ന ഡയഗണൽ ഞാൻ വരച്ചു. അതിനുശേഷം ഈ PR-ന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ പൊട്ടാക്ടർ വെച്ച് തന്നെ വേണം ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഏതിന്, PR-ന് പെർപെൻഡിക്കുലറായിട്ട് പൊട്ടാക്ടർ വെച്ച് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും. അവിടെ മാർക്ക് ചെയ്ത് 90 ഡിഗ്രി എടുത്ത് നമുക്കത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ R എന്ന പോയിന്റിൽ 90 ഡിഗ്രി ഈ PR-ഉമായിട്ട് 90 ഡിഗ്രി എടുത്ത് പൊട്ടാക്ടർ വെച്ച് തന്നെ എടുക്കണം. ലൈൻ വരച്ചിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം റെക്റ്റാങ്കിൾ വരച്ചു, അതിൻ്റെ സൈഡ്സിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ക്ലാസ് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വരപ്പിക്കുന്നതാണ്, ശ്രദ്ധിച്ച് വരയ്ക്കണം. അത് കഴിഞ്ഞ് ഡയഗണൽ വരച്ചു. ആ ഡയഗണലുമായിട്ട് 90 ഡിഗ്രി വരുന്ന രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബ്രെഡ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ടല്ലോ, ഈ ലൈൻ, ആ ലൈൻസ് ഇപ്പം നമ്മൾ വരച്ചതാ ഈ പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, അതുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഞാൻ A എന്ന് കൊടുത്തു. അതേപോലെ ലെങ്തിൻ്റെ പെർപെൻഡിക്കുലറുമായിട്ട് ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് B എന്ന് കൊടുത്തു. അതേപോലെ ഇവിടെ Cയും ഇവിടെ Dയും മാർക്ക് ചെയ്തു. മനസ്സിലായി എങ്ങനെ കിട്ടിയതെന്ന്? അതായത് നമ്മൾ ആദ്യം സൈഡ്സിന് പെർപെൻഡിക്കുലർ വരച്ചിരുന്നു. ആ പെർപെൻഡിക്കുലേഴ്സ് എന്ത് ചെയ്തു, ഈ ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ABCD എന്ന് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് എയും ബിയും സിയും ഡിയും സെൻറ്റർ ആക്കിക്കൊണ്ട് സെൻറ്റർ ആക്കിക്കൊണ്ട് PA എന്ന ലെങ്ത് എടുത്ത് റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. ഏതാ, സെൻറ്റർ ആക്കിക്കൊണ്ട് PA റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കുക. അടുത്തതായിട്ട് B സെൻറ്റർ ആക്കിക്കൊണ്ട് PB റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കുക. അടുത്തത് C സെൻറ്റർ ആക്കിക്കൊണ്ട് CR റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കുക. D സെൻറ്റർ ആക്കിക്കൊണ്ട് DR റേഡിയസിൽ അടുത്ത സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഒരു ഡിഗ്രി മാറുകയോ 1 മില്ലിമീറ്റർ മാറുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഫിഗർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സർക്കിളുണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കണം നമുക്ക് ഡയമീറ്റർ കിട്ടിയാലും മതി, അതിൻ്റെ ഹാഫ് എടുക്കാമല്ലോ. ഇപ്പം P എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജൻറ്റ് നമുക്കുണ്ട് 4 സെൻറ്റിമീറ്റർ. Pയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ച് വരുന്ന ഡയമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജ് വരെയുള്ള ലെങ്ത് ഉണ്ട് 8 സെൻറ്റിമീറ്റർ. നമുക്കറിയാം PA × PB = ഇവിടുത്തെ PC അല്ല Q കൊടുത്തേക്കുന്നതുകൊണ്ട് PQ². PA × PB = PQ². അതിൽ PA ലെങ്ത് ഉണ്ട് 8, PB നമുക്ക് അറിയത്തില്ല. അറിയാമായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, 8ൽ നിന്നും ആ PB കുറച്ചാൽ നമുക്ക് AB കിട്ടത്തില്ലേ. PAയിൽ നിന്നും PB കുറച്ചാൽ നമുക്ക് AB കിട്ടും. AB കിട്ടിയാൽ നമുക്ക് ഡയമീറ്ററായി, അതിൻ്റെ ഹാഫ് എടുത്താൽ റേഡിയസ് ആകും. അപ്പോൾ അതുകൊണ്ട്
ഞാൻ ഇവിടെ പി ബി എന്ന ലെങ്ത് അറിയത്തില്ല, ഞാനതൊരു എക്സ് എന്ന് എടുത്തു. നോക്കിക്കേ, 8 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അവിടെ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 4ൻ്റെ സ്ക്വയർ 16. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത 8 ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഡിവൈഡ് ചെയ്യുക. 16/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പം പി ബിയുടെ ലെങ്ത് 2 എന്ന് കിട്ടി. അങ്ങനെയാവുമ്പോൾ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? പി എയിൽ നിന്നും പി ബി കുറയ്ക്കുക. അപ്പം എന്ത് വരും? 8 - 2 ദാറ്റ് ഈസ് 6. അപ്പം ഇതിൻ്റെ എ ബി എന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് 6 ആകുമ്പോൾ, ഡയമീറ്റർ 6 ആകുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ, ഹാഫ് 3 സെൻറ്റിമീറ്റർ. എളുപ്പം ചെയ്യാവുന്നതാണ്. നമ്മൾ മുമ്പേ പ്രൂഫ് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ അടുത്ത പാർട്ടായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മോഡലാണിത്. ഇവിടെ ഈ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പിക്ചറിൽ ദി ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 4 സെൻറ്റിമീറ്റർ. 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ, അതായത് ഒരു കോഡ്, അത് 4 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ടാൻജൻറ്റും വരച്ചിരിക്കുന്നു. അടുത്തത് പറഞ്ഞേക്കുന്നത് ഇതേ കോഡ് തന്നെ എന്ത് ചെയ്തേക്കുക? 5 സെൻറ്റിമീറ്റർ, ഇവിടെ 4ന് പകരം ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങോട്ടുള്ള ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്തായിരിക്കും? അപ്പോൾ ഈ കോഡിൻ്റെ ലെങ്ത് നമുക്കറിയാമെങ്കിൽ നമുക്ക് പി എ കിട്ടിയതിനെ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് തന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയില്ല എ ബിയുടെ ലെങ്ത്, ഞാനത് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാകുമ്പോൾ പി എ എന്ന് പറയുന്നത് 4 + x, പി ബി എക്സ് 4. അപ്പം 4 + x ഇൻറ്റു 4 ഇൻറ്റു x + 4 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. എഴുതാൻ വിട്ടുപോയതാണ്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതിൻ്റെ വാല്യൂ കൊടുത്ത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എ ബിയുടെ ലെങ്ത് കിട്ടി 5. അപ്പോൾ ഇവിടെയും എ ബിയുടെ ലെങ്ത് അതേ സാധനമാണ്, ഇത് 5 തന്നെ. ഇവിടെ 4 എക്സ്റ്റെൻഡ് ചെയ്ത പകരം ഇവിടെ 5 എക്സ്റ്റെൻഡ് ചെയ്തു, അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ 4 എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 6 കിട്ടിയെങ്കിൽ ഇവിടെ 5 എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെയും പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. പി എ എന്ന് പറയുന്നത് 5 + 5 10, പി ബി 5, പി സി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ വാല്യൂ കൊടുത്ത് പി സി സ്ക്വയർ 5√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ.